മോളുണ്ടാക്കിയ കറിയൊക്കെ കൊള്ളാം. പക്ഷെ എൻ്റെ നാവിലിരിക്കണത് കേട്ടോടാ കണ്ണാ, നിന്റെ ചേച്ചി ഉണ്ടാക്കണ കറിയുടെ ആ ടേസ്റ്റാണ്. ഓ, ആ കൊച്ചിന് എവിടെ നിന്ന് ഇങ്ങനെ കൈപ്പുണ്യം കിട്ടിയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തിന് ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ വന്ന് തവിയിട്ടൊന്ന് ഇളക്കിയാൽ മതി, ആ കറിയുടെ രുചി അങ്ങ് മാറും. ഇവിടെ തച്ച എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവളെ വീട്ടിൽ പോകുന്നത്? അവളുണ്ടാക്കണമല്ലോ കഴിക്കാനായിട്ട്. എന്തൊരു രുചിയാണെന്നറിയോ? മോള് കഴിച്ചിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച നിന്റെ ഭാര്യ ഇവിടെ ഒരു കറി വെച്ചില്ലേ, അതത്ര അങ്ങോട്ട് പോരായിരുന്നു. നമുക്ക് രുചിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. പിന്നെ മോളോട് എങ്ങനെ പറയണേന്ന് വെച്ചിട്ട് അതങ്ങ് അവളോട് പറഞ്ഞില്ല. പിന്നെ മിണ്ടാണ്ട് പോയിട്ട് അവളങ്ങ് പോയി ലക്ഷ്മി വന്നിട്ട് ഇച്ചിരി മല്ലിയും മുളകും കൂടിയിട്ടൊന്ന് മൂപ്പിച്ച് ആ കറിയിലോട്ടങ്ങ് ഇട്ട് അതങ്ങ് കഴിച്ചപ്പോൾ എൻ്റെ അമ്മോ എന്തൊരു രുചിയായിരുന്നു. നീ തന്നെ പറഞ്ഞ് നിന്റെ ഭാര്യ സന്ധ്യ വെച്ച കറി എന്തൊരു രുചിയെന്ന്. അത് അവൾ ഇച്ചിരി മല്ലി മുളകും കൂടെ മൂപ്പിച്ചിട്ടതാണ് എന്ന് പറഞ്ഞ് മോള് വെച്ചത് കൊള്ളത്തില്ലെന്നല്ല കേട്ടോ, അവള് വെച്ചത് അസലായിട്ടുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ കറിയൊക്കെ വെച്ച് പഠിക്കുന്നത്. പിന്നെ മോള് ലക്ഷ്മി വരുമ്പോഴേ മോളെടുത്ത് പോയിട്ട് ഇച്ചിരിയൊക്കെ ഒന്ന് ചോദിച്ചു അറിഞ്ഞൊക്കെ പഠിക്കും. അതല്ലേ നിങ്ങൾ നാത്തുമാരായിരിക്കും. അവളാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരും. നിങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടേ അവളങ്ങ് പോയി. പിന്നെ ആ റിസപ്ഷൻ കിട്ടിയ എല്ലാ ഗിഫ്റ്റും അവൾ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അവൾ എത്രയെന്ന് പറഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുക. അവൾക്കാണെങ്കിൽ ഒരു ആഗ്രഹം, അവളെ സഹോദരൻ്റെ കല്യാണത്തിന് കിട്ടി എന്തൊക്കെയാണെന്ന് അവൾക്കൊന്ന് അറിയണമെന്ന്. പോകാൻ നേരത്ത് നല്ലത് നോക്കി ഒരു 7-8 ഞാനെടുത്ത് അവക്കം കൊടുത്തു. ഇവിടെ ഇരുന്നിട്ട് എന്തിനാ, ഇവിടെ ഷോക്കേസ് നിറയെ അങ്ങ് സാധനങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളെടുത്ത് അതെടുത്തോളാൻ പറഞ്ഞു. നിങ്ങളൊന്ന് പൊട്ടിച്ച് നോക്കാൻ കണക്കിനുള്ള നല്ല സാധനങ്ങളൊന്നുമില്ല അതിനകത്ത്. പിന്നെ അതുമല്ല, അവൻ്റെ പെങ്ങളെന്ന് പറഞ്ഞ ജീവനല്ലേ, അവൾ പൊട്ടിച്ച് നോക്കുന്നതിന് പകരം സന്തോഷം അവന് വേറൊന്നുമില്ല. മോളെ, ആ ചൂലിങ് എടുത്ത് അമ്മ പോയി ഒന്ന് മുറ്റം അടിച്ചിട്ട് വരട്ടെ. അയ്യോ, മോള് മുറ്റം അടിച്ചായിരുന്നോ? പക്ഷെ അവിടെ ഇവിടെ കേട്ടങ്ങ് വൃത്തിയില്ലാതെ കിടക്കുന്നത്. ആ കുഴപ്പമില്ല, അമ്മ ഒരിക്കൽ കൂടെ മുറ്റം അടിക്കുക. ആ ചൂലിങ് എടുക്കും. പണ്ട് ലക്ഷ്മിയുടെ മുറ്റം അടിച്ചാലേ പിന്നെ 3 ദിവസത്തേക്ക് എനിക്ക് മുറ്റം അടിക്കേണ്ട. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് എൻ്റെ കൊച്ചിവിടെ അടിച്ചു വാരി ഇടുന്നത്. കണ്ണാടി തോറ്റു അവൾ തൂക്കുന്നുണ്ട. കുഴപ്പമില്ല, മോക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, അവിടേക്ക് എത്ര മുറ്റമുണ്ട്. മോള് വന്നോ? മോള് വന്ന സ്ഥിതിക്ക് മോള് ചോറെടുത്ത് കഴിക്കും. പിന്നെ ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്കാണെങ്കിൽ കാലൊക്കെ വേദനിച്ചിട്ടങ്ങ് വയ്യ. അവള് കുളിക്കുവാണേ, അപ്പോൾ അവള് വന്നിട്ട് ചോറെടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ മോള് വന്ന സ്ഥിതിക്ക് ഞാനൊന്ന് പോയി കിടക്കാം. പിന്നെ മോളെ, അവിടെ മീൻകറി കുറച്ച് ഇരിപ്പുണ്ട്, അത് മോളെടുക്കണ്ട. മോക്ക് രാവിലത്തെ സാമ്പാറുണ്ട്, അതൊന്ന് ചൂടാക്കി കഴിക്കും. അത് മീൻകറി അവൾക്ക് കൊടുക്കുക കേട്ടോ. അവൾക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ അങ്ങ് ജീവന, അല്ലെങ്കിലേ കഴിക്കുന്ന കുറച്ചാണ്. ഇനി മീൻകറിയും കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഒട്ടും കഴിക്കത്തില്ല. അത് അങ്ങനൊരു പെണ്ണ്. മോളെ, ആ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചേക്കണേ. അവളെ കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യിക്കേണ്ട, കാരണം വല്ലപ്പോഴൊക്കെ ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കണേല്ലേ. അപ്പോൾ അവളാണ് പണിയൊന്നും എടുപ്പിക്കണ്ട. മോള് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു.